ആലപ്പുഴയിലുള്ള ഒരു മോളെ ആലുവയിൽ വിവാഹം കഴിച്ചു. ഞാൻ ആ കല്യാണത്തിന് സ്റ്റേജിൽ റിസപ്ഷന് ചെറുക്കൻ ആലുവക്കാരനാണ്. അപ്പൊ അവന്റെ റിസപ്ഷൻ പരിപാടിയിൽ ഞാൻ പോയി. സ്റ്റേജില് കേക്ക് മുറിക്കും. ഈ കേക്ക് മുറി രണ്ടുപേരും കൂടെ വലിയ പൊക്കമുള്ള വലിയ ഒരു തരം കേക്ക് ഈ പെൺകുട്ടിയും ചെറുക്കനും കൂടെ കേക്ക് കട്ടിക്കും. അവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം കാണാൻ ഞങ്ങളെല്ലാം കുറെ പേര് പേരൻസും ഇങ്ങനെയൊക്കെ കുറെ പേരോട് ഈ പെൺകുട്ടി സ്റ്റേജിൽ നിന്നോട്ട് ഇങ്ങനെ കൈ കാണിക്കും, ഭാവാന്ന് ഇങ്ങനെ കൈ കാണിക്കും. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ആളിനെയാണ് ഈ കൈ കാണിക്കുന്നത്. അപ്പൊ ഈ ആളിങ്ങനെ കൈ കാണിച്ചില്ല ഇല്ല എന്നുള്ള രീതി ഇങ്ങനെ എന്നുവെച്ചാൽ കയറി വരുന്നില്ല എന്നായി പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെയാണോ ഈ വിളിച്ചോണ്ടിരിക്കുന്നത്? ആണ്, പക്ഷെ ഞാൻ പോകുന്നില്ല കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ? അതെന്റെ മോളാ, എനിക്ക് ഇവിടെ ഇരുന്നോണ്ട് അത് കണ്ടാൽ മതി. അപ്പൊ ഉടനെ ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, അങ്ങോട്ട് കയറി ചെല്ലും, മോള് വിളിക്കുകയല്ലേ, അങ്ങോട്ട് കയറി ചെല്ലും. ഇല്ല, എനിക്ക് ഇവിടെ ഇരുന്ന് കണ്ടാലേ എനിക്ക് സന്തോഷമാവും. ഉടനെ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ എന്നോട് അദ്ദേഹം തന്റെ ഉടുപ്പെ പിടിച്ചിട്ട് എന്നോട് പറയാണ്, ഇതെന്റെ മോള് വാങ്ങിച്ചത്. ഞാനൊരു ടെമ്പോ ഓടിക്കുന്ന ഡ്രൈവറാണ്, തൊണ്ട് കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവറാണ്. എന്റെ മോളെ ഞാൻ പഠിപ്പിച്ചു. അവൾ ഗൾഫിൽ പോയി, ബിടെക് നന്നായിട്ട് അവൾ പഠിച്ച് പാസ്സായി. അവൾ ഗൾഫിൽ പോയത് മുതൽ ഞങ്ങളുടെ എല്ലാം എൻ്റെ മോളാണ്. ഈ ഡ്രസ്സ് അവൾ എടുത്തു തന്നതാണ്. എന്നിട്ട് ഭാര്യയുടെ സാരിയെ പിടിച്ചിട്ട് അയാളെ കാണിച്ചിട്ട് പറയാം, ഈ സാരി അവൾ കൊണ്ടുവന്നതാണ്. ആ കേക്ക് അവൾ ഗൾഫിലിരുന്ന് ഓർഡർ ചെയ്തതാണ്. ഒരു ദിവസം ഞാൻ വീട്ടിലിങ്ങനെ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോ ഒരു ടെമ്പോയ്ക്കകത്ത് കുറച്ച് പെയിന്റിങ്ങുകാരും പെയിന്റും കൂടെ വന്നിറങ്ങി. അതൊരു സിനിമയ്ക്കകത്ത് എങ്ങനെ പെയിന്റും ഈ സിനിമ പെയിന്റർമാരും പെയിന്റും കൂടെ വന്നിറങ്ങുന്ന സിനിമ ഏതാണ്? എല്ലാം ഇവിടെ പെയിന്റ് അടിക്കുക. ആര് പറഞ്ഞു ഇവിടെ പെയിന്റ് അടിക്കുക? നിങ്ങൾക്ക് വീട് തെറ്റി അപ്പുറത്തെങ്ങാണായിരിക്കും. അല്ല, മോള് വിളിച്ചു പറഞ്ഞു. മോൾ അവിടെ ഇരുന്നോണ്ടെല്ലാം ഓർഡർ കൊടുത്തു, ഇന്ന പെയിന്റ്, ഇന്നത് 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 ഇന്നത്. ഞാൻ അറിഞ്ഞ് വിഷമിക്കാതിരിക്കാൻ, നിന്റെ കൈ പൈസ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാതിരിക്കാൻ അവൾ എന്നെ പോലും അറിയിക്കാതെ പെയിന്റിന് ഓർഡർ ചെയ്തു. പെയിന്റർമാരെ ബുക്ക് ചെയ്തു. ഈ കല്യാണത്തിന്റെ മുഴുവൻ അറേഞ്ച്മെന്റ്. ഒരു പയ്യന്റെ കല്യാണം ഞങ്ങൾ ഇവിടെ ആലോചിച്ചു, എല്ലാം റെഡിയാന്നറിഞ്ഞപ്പോ അവൾ എന്നോട് ചോദിച്ചു, വാപ്പിക്കും ഉമ്മിക്കും ഇഷ്ടപ്പെട്ടോ കല്യാണ ചെറുക്കനെ? വീട്ടുകാരെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ പോയി കാണാനുള്ള പൈസ വായിച്ചു. അവരിങ്ങോട്ട് വന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ